ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സത്യങ്ങളൊക്കെ പുറത്ത് പറയാൻ വേണ്ടിയിട്ട് ബീരാന് സച്ചി ഒരുപാട് മദ്യമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് അയാൾ തീരെ ബോധമില്ലാതെ സച്ചി വീട്ടിലേക്ക് സച്ചിയും ഫ്രണ്ട്സും കൂടി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ സുധി വഴിയിൽ കിടക്കുന്നത് കാണുന്നത്. സുധിയെ നമ്മുടെ ബീരാൻ നിർബന്ധിച്ച് വായിലേക്ക് മദ്യം ഒഴിപ്പിച്ചു കൊടുത്തതാണ്. സുധിക്ക് വീടൊന്നും അറിയാതെ അങ്ങനെ വഴി തെറ്റിപ്പോയിട്ട് സുധി അവിടെ വീണുപോയി വഴിയിൽ. അങ്ങനെ ബോധമില്ലാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ അത് കണ്ട് സച്ചിയും ഫ്രണ്ട്സും കൂടി സുധീൻ്റെ അടുത്തേക്ക് ഓടി വരുന്നിട്ട് സുധീനെ ഇങ്ങനെ തട്ടി വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ സുധി ഒരു അനക്കവും ഇല്ലാണ്ട് കിടക്കുകയാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം, പൊങ്കൽ കഴിഞ്ഞിട്ടുള്ള എന്തൊക്കെയോ ചടങ്ങുകൾ, ഗെയിമൊക്കെ പോവുകയാണ്. ഉറിയടിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഗെയിമൊക്കെയാണെന്ന് തോന്നുന്നു നടക്കുന്നത്. അപ്പം നമ്മുടെ ചന്ദ്ര സുധിയും ശ്രീകാന്തിനെയും വർഷയും ശ്രുതിയൊക്കെ പിന്നിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സച്ചിയും രേവതിയും ജയിക്കാൻ അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ഗെയിമിലും അവർക്ക് ജയിക്കണമെന്ന്. അപ്പോൾ വരുന്ന എപ്പിസോഡിൽ സച്ചിയൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം സുധിയുടെ മുഖം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ശ്രുതിയും വർഷയും ഒക്കെ എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്രീകാന്ത് ഉറിയടിക്കുമ്പം നമ്മുടെ സച്ചി ഒരുപാട് പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നത് കാണാം ജയിക്കാൻ വേണ്ടിയിട്ട്. സച്ചിക്ക് അങ്ങനെ ഭാവവ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ചന്ദ്രമതി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർ ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് രേവതിയാണ് കണ്ണ് കെട്ടിയിട്ട് ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ആരാ ജയിക്കുന്നതെന്നൊന്നും അറിയില്ല. വരുന്ന എപ്പിസോഡുകളിൽ നിന്ന് തന്നെ നമുക്ക് അതറിയാൻ കഴിയുള്ളൂ. നമ്മുടെ ചന്ദ്രമതി ഏതോ ഗെയിമിൽ ജയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ശ്രീകാന്തും സച്ചിയും ചേർന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ എടുത്തു പൊക്കിയിട്ട് ഇങ്ങനെ വിജയമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രനും അച്ചമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. രവീന്ദ്രൻ ഇങ്ങനെ നോക്കുന്നുണ്ട് സുധിയുടെയും സച്ചിയുടെയും പിന്നെ ചന്ദ്രമതിയുടെയൊക്കെ ആ ഒരു ബോണ്ടിങ് കണ്ടിട്ട്. നമ്മുടെ രേവതിക്കും ഒരുപാട് സന്തോഷമായിട്ട് ഇങ്ങനെ കൈയടിക്കുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഇനി വരാനിരിക്കുന്നത്.